ഗുണാധികാൻ മുദം ലിപ്സേത് അനുക്രോശം ഗുണാധമാത് മൈത്രീം സമാനാതന്വിച്ചേൽ ന താപൈരഭിഭൂയതേ. നാരദ മഹർഷി മനഃശാന്തിക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക. അത് നമുക്ക് പറഞ്ഞു തരിക. ധ്രുവനോടാണിത് പറയണത്, പക്ഷേ ഇതൊക്കെ നമ്മളോടാണ് പറയണത് കേട്ടോ. എന്താ, നമ്മളെക്കാളും അറിവും കഴിവും പ്രായമൊക്കെ ഉള്ള ആൾക്കാരുടെ എപ്പോഴും വണക്കം, ഗിവ് റെസ്പെക്ട്. നമ്മളോട് അറിവോ കഴിവോ ഒന്നുമില്ലാത്ത ആൾക്കാരോട് എപ്പോഴും കാരുണ്യമുണ്ടാവണം. മനസ്സിലായോ? അറിവിലും കഴിവിലുമൊക്കെ നമുക്ക് സ്വമന്മാരായ ആളുകളോടോ എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് കഴിയണം. മൈത്രീം ഭജത സർവജനാനാം. മൈത്രീം ഭജത, മൈത്രീഭാവം, ഫ്രണ്ട്ലി. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് മനസ്സിന് കഷ്ടം ഉണ്ടാവുക? ഇന്ന് നമ്മുടെ സ്ഥിതി എന്താ? നമ്മളൊക്കെ ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അസൂയ. എന്നോളം പഠിപ്പ്, എന്നോളം പണം, എന്നോളം സൗന്ദര്യം, എന്നോളം കഴിവ്, എൻ്റെ ഒപ്പം അത് വേണ്ട, ഒരു പടി താഴെ ഇരുന്നാൽ മതി അവർ. അങ്ങനെയാ, ശരിയല്ലേ? നമ്മൾക്ക് മേലെ ആൾക്കാരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും റെസ്പെക്റ്റ് കൊടുക്കില്ല. നമ്മൾക്ക് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ ചവിട്ടി മെതിച്ച് അവരെ ദ്രോഹിക്കാൻ നോക്കും. ഇതാണ് മനുഷ്യൻ്റെ മനസ്ഥിതി. പക്ഷെ അങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? വലിയവരെ റെസ്പെക്റ്റ് ചെയ്യണം, എളിയവരെ കാരുണ്യത്തോടുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം, സംരക്ഷിക്കണം, സമന്മാരോട് മൈത്രീഭാവത്തിൽ കഴിയണം. പൊക്കോളൂ. നാരദ മഹർഷി ഇത് പറഞ്ഞ ഉടനെ കുമാരൻ നാരദനെ നമസ്കരിച്ചുകൊണ്ട് പറയുക, മഹർഷേ ക്ഷമിക്കണം, ഞാൻ ഈ ഒരു ക്ഷത്രിയ കുമാരനാണ്.